ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ചിക്കൻ കൊണ്ട് നമുക്ക് അടിപൊളി റെസിപ്പി തയ്യാറാക്കിയാലോ. അതിന് നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് പാനിന് ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പെരിഞ്ജീരകവും ഒരു ടേബിൾ സ്പൂൺ ചെറിയ ജീരകവും പിന്നെ ഒരു ടേബിൾ സ്പൂൺ കുരുമുളകും കൂടെ ഇടണം. മുഴുവൻ കുരുമുളകും എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിപ്പോൾ ഇതിനകത്തോട് ഇട്ടിട്ടില്ല. എന്നിട്ട് നമുക്കിതൊന്ന് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷം നമുക്ക് ചൂടാറിയിട്ടൊന്ന് പൊടിച്ചെടുക്കാം. പിന്നെ നമുക്ക് അടുത്തൊരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണയും ഒഴിച്ചിട്ട് അതിൽ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ടൊന്ന് പെരിഞ്ജീരകം ഒന്ന് ചൂടായി വന്നിട്ട് നമുക്കതിലേക്ക് കുറച്ച് ഒരു 150 ഗ്രാമോളം ചെറിയ ഉള്ളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഉള്ളി നമുക്ക് ഇട്ടിട്ട് ഉള്ളി ഒന്ന് വഴണ്ടി വരാൻ വേണ്ടി നമുക്കിതിനകത്തേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉള്ളി ഒന്ന് പെട്ടെന്നൊന്ന് വഴറ്റി കിട്ടും. പിന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള ബെല്ലൊന്ന് എനേബിൾ ചെയ്യാനും മറക്കല്ലേ. പിന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് നമുക്കൊന്ന് വേവിക്കാൻ വെക്കാം. പിന്നെ ഇടയ്ക്കൊന്ന് അടപ്പ് മാറ്റിയിട്ട് ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം. അതിനുശേഷം ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ പച്ച മണം മാറുന്നത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. 2-3 സെക്കൻഡ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്കിതിനകത്തേക്ക് ഇനി മസാല ഇട്ട് കൊടുക്കാം. അതിനൊരു 1/2 ടീസ്പൂണോളം പെരിഞ്ജീരകപ്പൊടിയും ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. അതിൻ്റെ ഒരു പച്ച സ്മെല്ലൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്കിതിനകത്തേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 3/4 കിലോ ചിക്കനോളം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ചിക്കനും മസാലകളൊന്ന് നല്ലതുപോലെ മിക്സാക്കി കൊടുക്കാം. അത് മസാല എല്ലാം ചിക്കനിലൊന്ന് പിടിക്കാൻ വേണ്ടി നമുക്കൊന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം നമുക്കിതിനകത്തേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 20 മിനിറ്റോളം നമുക്കിത് അടച്ച് വെച്ചൊന്ന് വേവിക്കാൻ വെച്ച് കൊടുക്കാം. 20 മിനിറ്റിന് ശേഷം നമുക്കൊന്ന് അടപ്പ് തുറന്ന് കൊടുത്തിട്ട് നമുക്ക് ഇതിനകത്തേക്ക് നേരത്തെ നമ്മൾ വറുത്ത് പൊടിച്ച് വെച്ച മസാല ഉണ്ടല്ലോ, അപ്പോൾ മസാലപ്പൊടിയും കൂടെ നമുക്കിതിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നേരത്തെ ഞാൻ കുരുമുളക് പൊടി ഇട്ടിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ഒരു ടേബിൾ സ്പൂണോളം നമുക്കിതിനകത്തേക്ക് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഇനി ഇതൊരു 3 മിനിറ്റോളം നമുക്കിത് തുറന്ന് വെച്ച് നമുക്ക് വേവിക്കാം. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പറ്റി വരാൻ വേണ്ടിയാണ് ഒരു 3 മിനിറ്റും കൂടെ നമുക്കിത് തുറന്ന് വെച്ചൊക്കെ നമുക്കൊന്ന് വേവിക്കാൻ വെച്ച് കൊടുക്കാം. അങ്ങനെ നമുക്ക് അതിന് ശേഷം നമുക്കിതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കുറച്ച് മല്ലിയിലയും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്താൽ നമുക്ക് ഈ വെള്ളം ഒന്നും കൂടെ കുറച്ച് നല്ല പറ്റിയിട്ട് കുറച്ചൊരു ഡ്രൈ ആയി വേണം. നല്ല തോനെ ഡ്രൈയും ആവണ്ട, തോനെ ഗ്രേവിയും വേണ്ട. അപ്പോൾ നമുക്കിതൊന്ന് കുറച്ചും കൂടെ ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഒന്നുകൂടെ ഒന്ന് കുറച്ച് പറ്റിച്ച് നമുക്ക് എടുക്കാം. നമുക്ക് ചോറ്, ചപ്പാത്തി, അപ്പം, ദോശ ഇതെല്ലാത്തിനും കഴിക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ്. നമുക്ക് സൈഡ് ഡിഷായിട്ടും വേണമെങ്കിൽ നമുക്ക് ഇത് യൂസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇവിടെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അങ്ങനെ നമ്മളെ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മൾ പെപ്പർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്കൊരു അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്കിനി കാണാം.